നമസ്കാരം. മൈസൂരിലെ ഒരു ഒറ്റമൂലി ചികിത്സകനായ ഷാബാസ് ഷെരീഫിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് അതിക്രൂരമായി കൊന്നുകളഞ്ഞ ഒരു സംഭവത്തിലാണ് ഇന്നലെ കോടതി ഷൈബിൻ അഷ്റഫ് എന്ന് പറയുന്ന ഒരാൾ കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. അയാളുടെ ശിക്ഷ ഇതുവരെ വിധിച്ചിട്ടില്ല. ഈ ഷൈബിൻ അഷ്റഫിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഭയക്കേണ്ടിയിരിക്കും. നമ്മുടെ നാട്ടിൽ ഇത്തരം സീരിയൽ കില്ലർമാരുണ്ട്, അവർ സുഖമായി ജീവിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കോടതി ശിക്ഷിച്ചത്. അത് ഉചിതമാണോ എന്നതൊരു ചോദ്യമാണ്. കാരണം ഒരാളെ തട്ടിക്കൊണ്ടുവരിക, അയാളെ 1.5 വർഷം പാർപ്പിക്കുക, 1.5 വർഷം ചെങ്ങലക്കിട്ട് അതിക്രൂരമായി മർദ്ദിച്ച് അയാൾക്കറിയാവുന്ന ഒറ്റമൂലി ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുക, എന്നിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തു വയ്ക്കുക, അതൊക്കെ അയാൾക്കെതിരെ തെളിവായി. എന്നിട്ട് കൊല്ലപ്പെട്ടു പോയി. സ്വാഭാവികമായും അത് അപൂർവങ്ങളിൽ അപൂർവമായി കൊലപാതകമായി പരിഗണിക്കേണ്ടതാണ്. അത്രയ്ക്കും ക്രൂരമായ കൊലപാതകം. മാത്രമല്ല, ഈ ഷാബാസ് ഷെരീഫിന്റെ കേസ് അന്വേഷിച്ചു പോയ പോലീസ് സംഘം ഷൈബിൻ അഷ്റഫിനെ കുറിച്ച് ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി. ഷൈബിൻ അഷ്റഫ് ഒരു പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ആരും അറിയുമായിരുന്നില്ല ഇത്രയും വലിയൊരു കൊലയാളിയാണ് ആളെന്ന്. കാരണം അയാളുടെ ഗുണ്ടാസംഘത്തിൽ പരസ്പര ഭിന്നതയുണ്ടായപ്പോൾ, അയാൾ കൊലപാതകം നടത്തിയ കേസിൽ കാശ് കൊടുക്കാതിരുന്നപ്പോൾ ആ കൊലയ്ക്ക് കൂട്ടുനിന്നവർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് ലോകമറിയുന്നത്. അവർ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും കൂടി കൊന്നിട്ട് ഇപ്പോൾ ഞാൻ ഒറ്റപ്പെടുന്നു വിളിച്ചു പറഞ്ഞപ്പോഴാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നു അറിയുന്നത്. 2019 നടന്ന സംഭവമാണ്. 2022 ഷൈബിന്റെ കൂട്ടാളികൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ വന്ന് ആത്മാഹൂതി നടത്താൻ ശ്രമിച്ച് വിളിച്ചു പറഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടുകാർ അറിയുന്നത്. അതുവരെ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് പോലീസ് അന്വേഷിച്ചപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്തി. ഗൾഫിൽ അയാൾ കൊല നടത്തി, കേരളത്തിൽ പല കൊലപാതകങ്ങൾ നടത്തി, പലരെ തട്ടിക്കൊണ്ടുപോയി, പലരെ ബ്ലാക്ക് മെയിൽ ചെയ്തു, കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും കൊലയൊരുക്കി. അങ്ങനെ അതിക്രൂരനായ ഒരു സീരിയൽ കില്ലറാണ്. ഒരു തരത്തിലും മര്യാദയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, പച്ചജീവൻ പിടയുന്നത് കാണുമ്പോൾ ആനന്ദിക്കുന്ന മനുഷ്യനാണ്. അല്ല, ഇത്തരം സീരിയൽ കില്ലർമാർ എല്ലായിടത്തും ഉണ്ട്. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ക്രിമിനൽ മനസ്സോടുകൂടി ചിലർ ജനിക്കുന്നു, അല്ലെങ്കിൽ ചിലർ അവരുടെ ജീവിത സാഹചര്യം ചിലരെ ക്രിമിനലുകളാക്കി മാറ്റുന്നു. അവർ കൊല്ലും, നിരന്തരം കൊന്നുകൊണ്ടിരിക്കും. അവർക്കൊരു ആനന്ദമാണ്. കുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആളുകളുണ്ട്, സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊല്ലുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരുടെ ക്രിമിനൽ വാസനയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഷൈബിൻ ഒരു ക്രൂരനായ സീരിയൽ കില്ലർ ആണെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഈ ഷൈബിൻ അഷ്റഫ് എന്ന വ്യക്തിയുടെ വളർച്ചയും മറ്റും നമ്മൾ പരിശോധിച്ച് നോക്കണം. 10 വർഷം മുമ്പ് ഇയാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ചിരുന്ന ആളാണ്. അയാളുടെ അമ്മ വീട്ടുജോലിക്കായി ഗൾഫിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അമ്മ ജീവിതം കരുപ്പിടിപ്പിച്ചു, ഇയാളും പിന്നാലെ പോകുന്നു. അമ്മയുടെ ബന്ധങ്ങളിലൂടെയാണ് അയാൾ കൂടുതൽ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ഷൈബിൻ അഷ്റഫ് അവിടെ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അവിടുത്തെ ഒരു അറബിയുമായി സൗഹൃദത്തിലാവുകയും ഈ അറബിക്കൊപ്പം യമനിലേക്ക് എണ്ണ കടത്തുന്ന സംഘത്തിന്റെ ഭാഗം. നമുക്കറിയാം, യമൻ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. ഹൂത്തികൾ സൗദി അറേബ്യയുടെയും UAE ഒക്കെ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ഹൂത്തികൾ നിയന്ത്രണത്തിലാണ് ഭരിക്കുന്നതെങ്കിലും അവർക്ക് ആവശ്യത്തിന് വിഭവങ്ങൾ കിട്ടില്ല. കാരണം ഉപരോധമാണ്. ഹൂത്തികളെ അംഗീകരിച്ചിട്ടില്ല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും. അതുകൊണ്ട് തന്നെ ഹൂത്തികൾ യമൻ ഭരിക്കണമെങ്കിൽ അവിടെ പട്ടിണിയാണ്, അവർക്ക് വിഭവങ്ങളുടെ കുറവുണ്ട്. സൗദി അറേബ്യയിൽ നിന്നും UAE നിന്നുമൊക്കെ കള്ളക്കടത്തായി സാധനങ്ങൾ കൊണ്ടുവന്ന വലിയ മാഫിയ സജീവമാണ്. അങ്ങനെ ഒരു അറബിയുടെ കൂട്ടാളിയായി ചേർന്ന് ഇയാൾ എണ്ണക്കടത്ത് തുടങ്ങി. പിന്നീട് അയാൾ സൗദിയിലും UAE ഒക്കെ ബിസിനസ് ആരംഭിക്കുന്നു. ഇത് ഓർക്കണം, ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു, എണ്ണക്കടത്തുകാരനായി ചേർന്നു. അങ്ങനെ അയാൾ വലിയ സമ്പന്നനാകുന്നു. സുൽത്താൻ ബത്തേരിയിൽ അയാൾ വലിയ കോടീശ്വരനായി മാറുകയാണ്. പിന്നീട് പ്രവാസി വ്യവസായി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ 10ാം ക്ലാസ്സിലും +2 ഒക്കെ കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് ആദരിക്കുന്ന ചടങ്ങുകളിൽ സ്പോൺസർ ചെയ്യുന്നതും അവിടെ കൊണ്ടിരുത്തി സ്തുതിക്കപ്പെടുന്നതും ഈ ഷൈബിൻ അഷ്റഫിനെയാണ്. ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഈ ഷൈബിൻ അഷ്റഫിന്റെ സഹായത്തോടു കൂടി ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇവരൊക്കെ വന്ന് മാറി മാറി സ്തുതിക്കും. മഹാനായിരുന്നു ഷൈബിൻ അഷ്റഫ് എന്ന് പറയും. ഷൈബിൻ അഷ്റഫിന്റെ സ്പോൺസർഷിപ്പിന് വേണ്ടി ഇവരൊക്കെ ക്യൂ നിന്നു. അങ്ങനെ വലിയ ചാരിറ്റി മുഖം അയാൾക്കുണ്ടായി. പാവങ്ങളെ സഹായിക്കുന്ന മനുഷ്യനായി മാറുന്ന ഒരു വശത്ത്, മറുവശത്ത് ഇയാൾ കേരളത്തിലും ഒരു കൊട്ടേഷൻ സംഘം വളർത്തിയെടുത്തു. വലിയൊരു കൊട്ടേഷൻ സംഘം. മലപ്പുറം പോലീസിന്റെ കണ്ടെത്തലാണ്. ഇതേക്കുറിച്ചൊന്നും പോയിട്ടില്ല. കാരണം അവരന്വേഷിച്ചത് ഷാബാസ് ഷെരീഫിന്റെ കൊലപാതക കേസാണ്. എന്നാൽ ഇയാൾ വളർത്തിയെടുത്ത ആ വലിയ ബിസിനസ് സാമ്രാജ്യം, കൊട്ടേഷൻ സാമ്രാജ്യം പലരെയും ഞെട്ടിക്കുന്നതാണ്. ഈ ഷൈബിൻ അഷ്റഫിന്റെ ഏറ്റവും വലിയ വിനോദം ആളുകളെ തട്ടിക്കൊണ്ടുവന്ന് വിലപേശുന്നതാണ്. പലയിടങ്ങളിലും കൊണ്ട് ബന്ദിയാക്കിയിടും, അവരെ ഭയപ്പെടുത്തും, ചിലരെ കൊന്നുതള്ളും. ആ കൊന്നു തള്ളുന്നത് ഓർക്കണം, ഈ ഷാബാസ് ഷെരീഫിനെ പലതായി വെട്ടിമുറിച്ച് പ്ലാസ്റ്റിക് കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ ഒടുക്കുകയാണ് ചെയ്തത്. അതിക്രൂരമായി ഇയാൾ വേട്ടയാടി. ഇയാളുടെ ചുറ്റിനും അംഗരക്ഷകരെ പോലെ ഗുണ്ടാസംഘങ്ങളുണ്ട്. ഇയാൾ വലിയ ആഡംബര വാഹനങ്ങൾ പലതുണ്ട്. ഇയാളെ യാത്ര ചെയ്യുന്നത് ഈ ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയിലാണ്. ഇയാൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഈ വാഹനങ്ങളിൽ നിന്നും ആളുകൾ കരിമ്പൂച്ചകളെ പോലെ കൂടെ നിൽക്കും. ഇയാൾ സുൽത്താൻ ബത്തേരിയിൽ 1 ഏക്കർ ഭൂമി നല്ല വില കൊടുത്തു വാങ്ങും, ഒരു പഴയ വീട്.
അതിന് തന്നെ 2 കോടി രൂപ മുടക്കുന്നു. എന്നിട്ട് അയാൾ അവിടെ ആ 1 ഏക്കർ ഭൂമി നിറയെ ഒരു കെട്ടിടം പണി ആരംഭിക്കുന്നു. ഏതാണ്ട് 35 കോടി രൂപയുടെ കൊട്ടാരമാണ് പണിതത്. 35 കോടി രൂപയുടെ കൊട്ടാരം, സ്വിമ്മിംഗ് പൂൾ അടക്കം എല്ലാ ആധുനിക സൗകര്യങ്ങളും, വാച്ച് ടവർ അടക്കം വലിയ ആഡംബര സൗധമായി അയാൾ പണി തീർത്തു. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വസതികളിൽ ഒന്നാക്കണം എന്ന വാശിയിലാണ് അയാൾ പണി തുടങ്ങിയത്. പക്ഷെ അത് പൂർത്തിയായില്ല. കാരണം അതിനിടയിൽ സൗദിയിൽ അയാൾ അറസ്റ്റിലാവുകയും കുറച്ചു കാലം ജയിലിൽ കിടക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ 2022 ഷാബാസ് ഷെരീഫ് കേസിൽ പിടിക്കപ്പെടുന്നത്. അന്ന് മുതൽ ജയിലിലാണ്. അതുകൊണ്ട് അയാളുടെ പണി പൂർത്തിയാകാതെ പോയി. പക്ഷെ 1 ഏക്കർ ഭൂമിയിൽ നിറയെ 35-40 കോടി രൂപ മുടക്കി അയാൾ വലിയ ബംഗ്ലാവ്, എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുടെയും ബംഗ്ലാവ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 350 കോടി രൂപയുടെ ആസ്തി അയാൾക്കുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എല്ലാ സൗകര്യങ്ങളും, രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, പോലീസുകാരായിട്ടുള്ള ബന്ധങ്ങൾ, ഇയാൾക്കെതിരെ പലപ്പോഴും ഇത്തരം കൊട്ടേഷനുമായി ബന്ധപ്പെട്ട കേസുകൾ വരാറുണ്ട്. പല ആളുകളും ഇയാൾക്കെതിരെ പരാതിപ്പെട്ടിട്ടുണ്ട്. പലരും തട്ടിക്കൊണ്ടുപോയ കേസുകളുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇയാളെ സഹായിക്കാൻ പോലീസിൽ ആളുണ്ടായിരുന്നു, രാഷ്ട്രീയ പാർട്ടികളിൽ ആളുണ്ടായിരുന്നു. ഇയാൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെയുള്ള ഒരു കേസും ഒരിടത്തും എത്തിയില്ല. ഇയാൾ എല്ലാവർക്കും ഭയമായിരുന്നു. ഇയാൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഡോണായി വളർന്നു വന്നു. 350 കോടിയുടെ ആസ്തിയുണ്ട്. 10 വർഷം കൊണ്ട് ആർജിച്ചെടുത്താണ് കള്ളക്കടത്തിലൂടെ. പിന്നീട് കൊട്ടേഷൻ നടത്തി. കേരളത്തിൽ പലയിടങ്ങളിൽ കൊട്ടേഷൻ നടത്തി. ഇയാളുടെ കൊട്ടേഷൻ സംഘത്തിന് എല്ലാവർക്കും ഭയമായിരുന്നു. പോലീസിന് ബന്ധമുണ്ട്, രാഷ്ട്രീയക്കാരുമായി സ്വാധീനമുണ്ട്. അങ്ങനെ ഇയാൾ കൊട്ടേഷൻ രാജാവായി പടർന്ന് പന്തലിക്കുന്നതിനിടയിലാണ് ഈ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയിരുന്നത്. അതും ഈ കൊട്ടേഷന്റെ ഭാഗമാണ്. കാരണം ഷാബാസ് ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂലി അറിയാം എന്ന് ഇയാൾ അറിയുന്നു. ഇയാൾ മൈസൂരിലെ ഒരു ചേരിയിലാണ് ഈ ഷാബാസ് ഷെരീഫ് താമസിച്ചിരുന്നത്. ഇയാൾക്ക് വലിയ ജനപ്രീതി ഉണ്ടായിരുന്നു. 9 പിള്ളേരുണ്ട്. അപ്പോൾ ഇയാളുടെ ഒറ്റമൂലിക്ക് വേണ്ടി പലരും അവിടെ വരാറുണ്ട്. ചെറിയ പണമാണ് അയാൾ അവരോട് ഈടാക്കിയിരുന്നത്. അതുകൊണ്ട് അയാൾ അവിടെ ചെന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെ ആരോ ചികിത്സിക്കാൻ ഗുരുതരമായ രോഗത്തിലാണ്, വലിയ പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. അയാൾക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടും കൂട്ടിക്കൊണ്ടുവന്ന എങ്ങോട്ട് പോയെന്ന് ആളുടെ വീട്ടുകാർക്കും അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും അറിയില്ല. പോലീസിൽ പരാതി കൊടുത്തു. മൈസൂർ പോലീസ് അന്വേഷിച്ചു. ഒന്നിടത്തും എത്തിയില്ല. മൈസൂർ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മലപ്പുറം പോലീസ് അയാൾ അന്വേഷിച്ച് അവിടെ ചെല്ലുന്നത്. അങ്ങനെ ഇയാളിങ്ങനെ വലിയ രാജാവിനെ പോലെ ഗുണ്ടാ സംവിധാനങ്ങളുടെ സാമ്രാജ്യം വളർത്തിയെടുത്തു. രാഷ്ട്രീയ സ്വാധീനമുണ്ടായി, പോലീസിനിടയിൽ സ്വാധീനമുണ്ടായി. ഇതിനിടയിൽ ഇയാൾ ഈ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊല നടത്താൻ തീരുമാനിച്ച പദ്ധതി പൊളിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നും ഇയാൾ ആളുകളെ കൊന്ന് കോടീശ്വരനായി നമ്മുടെ ഇടയിൽ മാന്യനായി പോലീസുകാരുടെ സഹായത്തോടെ, രാഷ്ട്രീയക്കാരുടെ സഹായത്തോടെ വാഴുമായിരുന്നു. 2019 സംഭവിച്ച കാര്യമാണ്. എന്നിട്ട് 2022 3 വർഷത്തിന് ശേഷം കൊലയ്ക്ക് കൂട്ടുനിന്ന് 5 പേർ തുറന്നു പറയുമ്പോഴാണ് അവര് ഈ കൊലയ്ക്ക് കൂട്ടുനിന്നു. ഇവരാണ് ഇയാളുടെ മൃതദേഹം പലതായി മുറിച്ച് കഷ്ണമാക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കിയത്. അവരുമായി സാമ്പത്തിക പ്രശ്നമുണ്ടായി. ഈ സാമ്പത്തിക പ്രശ്നം ഉണ്ടായപ്പോൾ അവർക്ക് പേടിയായി. ഞാൻ കേസ് അന്വേഷിച്ച് അന്നത്തെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനോട് സംസാരിച്ചു. അദ്ദേഹം അതിൻ്റെ ഭയപ്പെടുത്തുന്ന പല വിവരങ്ങളും പറഞ്ഞു. ഇവർക്ക് പേടിയുണ്ടായി, ഇവരെ തട്ടിക്കളയും. കാരണം ഇയാൾ ഒരു സീരിയൽ കില്ലറാണ്. അനേകം പേരെ ഇയാൾ കൊന്നിട്ടുണ്ട്. അയാൾക്ക് ഒരു ദയയുമില്ല, ആരെയും കൊല്ലും. നമ്മൾ ചില ക്രൈം സിനിമകളൊക്കെ കാണുന്ന മാതിരി ആളുടെ വേദന ഇയാളുടെ ആനന്ദമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഭയന്നിട്ടാണ് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ വന്ന് ആത്മഹത്യാ നാടകം കളിച്ചത്. അങ്ങനെയാണ് കണ്ടോൺമെന്റ് പോലീസ് പിടിച്ച് മലപ്പുറം പോലീസിന് കൊടുക്കുന്നതും കേസ് അന്വേഷിക്കുന്നതും ഇവരുടെ മൊഴിയിലൂടെയാണ് പ്രതികളിലേക്ക് പോകുന്നതും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ പല മുതലാളിമാരുടെയും യഥാർത്ഥ മുഖം ഇതാണ്. അവർ പിടിക്കപ്പെടാത്തത് കൊണ്ട് മാത്രം, അവർ സുരക്ഷിതമായി കളിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ മുമ്പിലെ മഹാന്മാരായ തുടരുന്ന ക്രൂരന്മാരാണ്. അവർ ക്രൂരതയിലൂടെ പണമുണ്ടാക്കിയവരാണ്. അവർ പണമുണ്ടാക്കി കഴിയുമ്പോൾ എല്ലാം മാഞ്ഞു പോകുന്നു. അവരെ സംരക്ഷിക്കാൻ പോലീസുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. അവർ കൊന്നു തള്ളിക്കൊണ്ടിരിക്കും, നിരപരാധികളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇവരുടെ ഒന്നും പരാതി ആരും അറിയില്ല. എന്ത് തരം വൃത്തികേടിലൂടെയും ഇവർ സമ്പത്ത് നിലനിർത്തും. അവർ ചാരിറ്റി പ്രവർത്തനം നടത്തും. അവർ നന്മ മരങ്ങളായി വാഴ്ത്തപ്പെടും. അവർക്കെതിരെ ഒരു വാർത്തയും ഒരിടത്തും വരില്ല, ഒരു കേസും വരത്തില്ല. ആരെങ്കിലുമൊക്കെ അതിന് തുനിഞ്ഞിറങ്ങിയാൽ അവരെ തട്ടിക്കളയും. അതിനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലെ പലരുടെയും അവസ്ഥ ഇതാണ്. ഇയാൾ പിടിക്കപ്പെട്ടത് പോലും ഇയാളുടെ കൂട്ടാളികൾ രംഗത്തിറങ്ങിപ്പെടണം. അല്ലെങ്കിൽ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകമോ അടക്കമോ ഒന്നും അറിയില്ല. അപ്പൊ ഗൾഫിൽ ദമ്പതികളെ കൊന്ന കേസിലെ പ്രതിയാണ് അയാൾ. മലയാളി ദമ്പതികളെ കൊന്ന കേസിലെ പ്രതിയാണ് അയാൾ. പക്ഷെ അതൊന്നും ആരും അറിഞ്ഞില്ല. ഇവരൊന്നും പറയുന്ന ശബ്ദം ആരും കേൾക്കില്ല. നമ്മുടെ നാട്ടിലെ പല നന്മ മരങ്ങളും നമ്മുടെ ചുറ്റിനുമുള്ള പല മനുഷ്യരും ഇങ്ങനെയാണ്. ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ അവർ പറയും മറുനാടൻ വ്യാജം പറയുന്നു, നുണ പറയുന്നു, തട്ടിപ്പ് നടത്തുന്നു. അവർക്ക് അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മറുനാടന്റെ വിശ്വാസ്യത തകർത്തില്ലെങ്കിൽ ഇത്തരം ഗൂഢാലോചനകൾ ലോകമറിയും. ഷൈബിൻ അഷ്റഫിന്റെ ആഡംബര വസതിയെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും ഞാൻ പുതുതായിട്ട് ഒന്നും പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റു പല സംഭവങ്ങളും അങ്ങനെയാണ്. ആരും അറിയില്ല, ആരും സമ്മതിക്കില്ല. ഇപ്പം ഷിഹാബ് ഷാ എന്ന് പറയുന്ന തൃശ്ശൂരുകാരൻ അല്ലൈനിലെ ജയിലിലാണ്. എല്ലാവരും എഴുതി, ഏഷ്യാനെറ്റ് നിന്ന് കൊടുത്തു, മാതൃഭൂമി കൊടുത്തു, സംഘടനയ്ക്ക് കൊടുക്കുന്ന ജയിലിലാണ്. ഇയാൾ ജയിലിലാന്ന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ഇയാളുടെ ഭയാനകമായ തട്ടിപ്പുകാരനാണ്. അയാൾ ജനിച്ചത് തട്ടിപ്പുകാരനായാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു?
ഇവിടെ വില്ല പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ആളിൽ നിന്ന് പണം മേടിക്കുന്നു, ആ പ്രോജക്റ്റ് തന്നെ അയാൾ വെൽനസ് പ്രോജക്റ്റ് പറഞ്ഞ് കൊടുക്കുന്നു, ഇതൊന്നും നിയമവിരുദ്ധമായി നിർമ്മിക്കുന്നു, ഇതിനെല്ലാം ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്നു, പോലീസുകാർ കൈക്കൂലി കൊടുക്കുന്നു, എന്നിട്ട് അയാൾ ബുർജ് ഖലീഫയിൽ പോയി ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് തൻ്റെ വീടാണെന്ന് പറയുന്നു. ഒരു ഷെരീഫ് എന്ന് പറഞ്ഞൊരു വ്ളോഗറെ കൊണ്ട് അയാളുടെ വീട്ടിൽ പോയി വിരുന്ന് കൊടുത്തിട്ട് അതിന് ദൃശ്യങ്ങൾ കൊടുക്കുന്ന മഹാനാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നു. പാവപ്പെട്ട മനുഷ്യർ ഇതിൻ്റെ ഇരകളാവുന്നു. അവർക്ക് അയാൾ മഹാനാണെന്ന് കരുതി അയാൾക്ക് നിക്ഷേപം കൊടുക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതിയാണ്. ആരും പറയില്ല കഴിഞ്ഞ 4-5 വർഷം ഞങ്ങൾ പോരാടി, ഒടുവിൽ അയാൾ ജയിലിലായിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നു, നല്ല കാര്യം, ഇപ്പോഴെങ്കിലും പറയുന്നുണ്ടല്ലോ. ഇത് പറയുമ്പോൾ ഞങ്ങൾ മുസ്ലിം വിരുദ്ധനാണ്, വ്യാജ വാർത്തക്കാരനാണെന്ന് പറയും. മമ്മൂട്ടിയുടെ അസുഖം ചർച്ചയാക്കണമെന്ന് രണ്ടാമത്തെ ചോദ്യം, അതിൽ വേണമെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊള്ളു. പക്ഷേ മമ്മൂട്ടിക്ക് അസുഖമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് വ്യാജമല്ല, അത് സത്യമാണ്. അതെല്ലാവരും സ്ഥിരീകരിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇത് പറയുമ്പോൾ വ്യാജ വാർത്ത. ഒരുത്തൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, മറുനാടൻ മറുത വ്യാജമല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും തെളിയിക്കാമോ? മറുനാടൻ പറഞ്ഞ വ്യാജം എന്തെങ്കിലും തെളിയിക്കൂ. നമ്മുടെ നാട് ഇങ്ങനെയാണ്. നമ്മുടെ ചുറ്റുമുള്ള നന്മമരങ്ങൾ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാധീനത്തിൽ എന്ത് ക്രിമിനൽ പ്രവൃത്തിയും ചെയ്യുന്നവരാണ്, ആരും അറിയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ ചുറ്റിനുമുള്ള പലരും ഇങ്ങനെയാണ്. ഇത്തരം തട്ടിപ്പുകാരെ തുറന്നു കാട്ടാൻ ആളുകൾക്ക് ഭയമാണ്. സമാധാനത്തോടെ ഭാര്യയും മക്കളെയും കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് പൂർണ്ണമായും സത്യസന്ധമായി ചെയ്യണമെന്നാണ്. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണമെന്നാണ്. ഞാനിത് പറയുന്നത് ഷൈബിൻ അഷ്റഫ് എന്ന് പറയുന്ന ആ ഭീകരൻ്റെ സീരിയൽ കില്ലറെ പോലും കണ്ടെത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അയാൾ ഇപ്പോൾ ഒരു കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ഇതൊക്കെ അല്പമെങ്കിലും ചർച്ചയാവുന്നത് എന്നതുകൊണ്ടാണ്.